ഞാൻ ആദ്യമായിട്ട് സംവിധാനം നിർവഹിക്കുന്ന ബിസിനസ് ടീം പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായ പൃഥ്വിരാജ് നായകനായി അഭിനയിക്കുന്ന ബ്രദേഴ്സ് ഡേ എന്ന സിനിമയുടെ സ്വിച്ച് ഓഫ് കർമ്മമാണ്. ഇങ്ങോട്ട് സമയം കളയുന്നില്ല, വേറെപ്പെട്ട അച്ഛന്മാരെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ രാജുവിനെയും ഈ സിനിമയിലെ പ്രധാന നടന്മാരെയും ടെക്നീഷ്യൻസിനെയും എല്ലാം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാം പ്രിയപ്പെട്ട പൃഥ്വിരാജിനോടുള്ള നന്ദി പറയുന്നു. ഞാൻ ഈ കഥ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ചേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ധൈര്യം തന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഉള്ളൊരു സ്വപ്നമായിരുന്നു ഡയറക്ഷൻ എന്ന് പറയുന്നത്. തീരുമാനിച്ചതെല്ലാം പെട്ടെന്ന് റെഡിയായി വന്നു. രാജുവിനെപ്പോൾ ഒരാൾ ഡേറ്റ് തന്നു. പിന്നെ മലയാളത്തിലെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങൾ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയെക്കുറിച്ച് ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, പുറകെ നിങ്ങളെല്ലാവരെയും അപ്പോൾ അറിയിച്ചോളാം. എന്തായാലും ഞാൻ സിനിമകളെല്ലാം കാണാൻ പോകുന്നത് എൻ്റെ കുടുംബമായിട്ടാണ്. എൻ്റെ അമ്മച്ചിയും എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് കണ്ട് എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്ന ഫുള്ളി ഫാമിലി എൻ്റർടൈനറായിരിക്കും ബ്രദേഴ്സ് ഡേ. ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസൺ സ്റ്റീഫനാണ്. ലിസ്റ്റിനോട്ടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും, ഇതിൻ്റെ ഷൂട്ടിംഗ് ഘട്ടത്തിലും അതുപോലെ തന്നെ ഇത് തിയേറ്ററിൽ വരുമ്പോഴും എല്ലാം എന്നെ എന്നും സ്നേഹിച്ചിട്ടുള്ള എൻ്റെ കുറവുകൾ, എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള നല്ലവരായ പ്രേക്ഷകരെല്ലാവരും, എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും ഒപ്പം ഉണ്ടാവണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എല്ലാവരുടെയും വിജയം എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എപ്പോഴും കൂടെ ഉണ്ടാകും. ഇന്ന് ഈ ഫംഗ്ഷനിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. ഇനിയുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്നോടൊപ്പം എൻ്റെ ടീമിനോടൊപ്പം ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ലൊക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചിയിൽ കുറച്ച് ദിവസമുണ്ട്. അതിനുശേഷം എറണാകുളം, പിന്നെ കുട്ടിക്കാനം, മൂന്നാർ, അങ്ങനെയുള്ള 3-4 സ്ഥലങ്ങളാണ് പ്രധാനമായും ലൊക്കേഷൻ വരുന്നത്. ഞാൻ ഏത് ജോലി ചെയ്താലും അത് ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ഒരാളാണ്. ഒരു നടനെ കഴിഞ്ഞും ഉത്തരവാദിത്വം സംവിധായകനുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ ജോലിക്കും ഓരോ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളാണ്.
അപ്പം ഓരോരുത്തർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നടൻ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ലൊക്കേഷനിൽ ചെല്ലുന്നു, നമ്മുടെ ഡയലോഗ്സ് പഠിക്കുന്നു, ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നു, അഭിനയിക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകുന്നു. പിന്നെ പിറ്റേ ദിവസം ചെല്ലുമ്പോഴാണ് നമ്മൾ ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ആലോചിക്കുന്നതും ഡയലോഗ്സിനെ കുറിച്ച് ആലോചിക്കുന്നു. സംവിധായകൻ എന്ന് പറയുമ്പോൾ ഞാനൊരു 2016 രാജു ഇത് കമ്മിറ്റ് ചെയ്തത്. അതിനൊരു 2-3 വർഷം മുൻപ് തുടങ്ങിയ സ്ക്രിപ്റ്റിംഗാണ്. അപ്പോൾ അതിനുശേഷം ഇത് റിലീസ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തി നിങ്ങൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വരെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ഇതുവരെയുള്ള എൻ്റെ ജോലികൾക്ക് ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ 100% അതിൻ്റെ ഒരു 1% കൂടെ കൂട്ടി തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കും. പിന്നെ ഇഷ്ടപ്പെടുന്നതെല്ലാം ദൈവാനുഗ്രഹവും പ്രേക്ഷകരുടെ കയ്യിലേക്കും വിട്ടുതരികയാണ്. മറ്റ് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് 4 നായികമാരാണുള്ളത്. ഐശ്വര്യ ലക്ഷ്മി, അതുപോലെ തന്നെ പ്രയാഗ, മിയ, പിന്നുള്ളത് ഹൈമയാണ്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ മോളായിട്ട് അഭിനയിച്ച ഹൈമയാണ് ഒരു കഥാപാത്രം. 4 ഹീറോയിൻസാണ്. പിന്നെ നമ്മുടെ ലാലേട്ടനുണ്ട്, സിംബിലാലിലെ ലാലേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, കുട്ടേട്ടനുണ്ട്, ധർമ്മജനുണ്ട്. ഇവിടെ മലയാളത്തിൽ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയാണ്. ഞാൻ എൻ്റെ ജീവിതം ഫുള്ള് കോമഡിയിലൂടെ കൊണ്ടുപോകുന്ന ഒരാളാണ്. ഒന്നും ഞാൻ അത്ര സീരിയസ് ആയിട്ട് കാണാറില്ല. സീരിയസ് ആവുന്ന ഇഷ്യൂ പോലും ഫാമിലിയിലാണെങ്കിലും കോമഡിയിലൂടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെ ഞാൻ ഈ സിനിമയിലേക്കും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഞാനൊരു കോമഡി ആക്ടർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മിമിക്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് ഒരു ത്രൂ ഔട്ട് ഹ്യൂമർ സിനിമയായിരിക്കും എന്ന് നിങ്ങൾ ധരിക്കരുത്. ഈ സിനിമയിൽ എല്ലാ എലമെൻസും ഉണ്ടാവും. തമാശ ഉണ്ടാവും, ത്രില്ലിംഗ് ആയിരിക്കും, അതുപോലെ നല്ല സോങ്സ് ഉണ്ടാവും, ഡാൻസ്, ഫൈറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും ബ്രദേഴ്സ്. ഷാജൻ ചേട്ടൻ്റെ സംവിധാന സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിയിലുള്ള കാലം തുടങ്ങി. കലാഭവനിൽ ഷാജൻ ചേട്ടൻ വരുന്നതിന് മുമ്പുള്ള ഒരു പരിചയവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം, ഞങ്ങളുടെ വീട്ടുകാർ തമ്മിലുള്ള സൗഹൃദം ഒക്കെ ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് പോകുന്നതാണ്. ഷാജൻ ചേട്ടന് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്, അതിന് എക്സ്പീരിയൻസ് ഉണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലെ മുൻനിര വേഷങ്ങളിലേക്ക് വന്നയാളാണ്. അത് ഒരു സിനിമ ഒരുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഗൗരവത്തോടുകൂടി ആയിരിക്കും ആ സിനിമയെ സമീപിക്കുന്നതെന്നറിയാം. പലപ്പോഴായിട്ട് ഈ സിനിമയുടെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആ സിനിമയിൽ രാജുവാണ് നായകനാകുന്നതെന്ന് അറിയാം. ആ സിനിമയിൽ എനിക്കും പ്രധാനപ്പെട്ട ഒരു റോള് ഷാജൻ നൽകിയിട്ടുണ്ട്. അത് വളരെ ഭംഗിയാക്കാൻ ശ്രമിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. രാജുചേട്ടൻ്റെ പൃഥ്വിരാജ് എന്ന നടൻ്റെ വലിയൊരു ആരാധികയാണ് ഞാൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാമെന്നുള്ളത് സ്വപ്ന തുല്യമാണ്. മാത്രമല്ല രാജുചേട്ടനെ കൂടാതെ ഞങ്ങൾ 4 പേരാണ് ഇതിൽ വരുന്നത്. ഐമയുണ്ട്, ഐശ്വര്യ ലക്ഷ്മിയുണ്ട്, മിയ ഉണ്ട്. സോ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പോണത്. മാത്രമല്ല എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം കൂടെ ഉണ്ടാവണം. എല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ മികച്ചൊരു ചിത്രമായിരിക്കും ഷാജോൻ ചേട്ടൻ സംവിധാനം ചെയ്യുന്ന ബ്രദേഴ്സ് ഡേ എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ പൂജ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ മുഹൂർത്തത്തിൽ സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആക്ച്വലി ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും സിനിമയിലേക്ക് എത്തുന്നത്. അതും നായികയായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം ശരിക്കും സത്യം പറഞ്ഞാൽ പൃഥ്വിരാജ് സാറിൻ്റെ നായികയായിട്ട് വീണ്ടും തിരിച്ചു വരിക എന്നുള്ളത് ആക്ച്വലി ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. ലുക്കിംഗ് ഫോർവേഡ് ടു ദ മൂവി. കലാഭവൻ ഷാജൻ ചേട്ടൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് പ്രത്യേക ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം ചേട്ടൻ്റെ മൂവി തന്നെ തിരിച്ചു വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഷാജോൻ ചേട്ടനാണ് ഡയറക്ടർ. ബ്രദേഴ്സ് ഡേ ആണ് ടൈറ്റിൽ. രാജു ചേട്ടൻ്റെ കൂടെയുള്ള ആദ്യത്തെ മൂവിയാണ്. ഞാനൊരു ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത് സിനിമയിൽ. ഒരുപാട് എക്സൈറ്റഡ് ആണ്. നല്ലൊരു പാർട്ടാണ് സിനിമയുടെ. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. സിനിമ തിയേറ്ററിൽ വരുമ്പോൾ പോയി കാണും. ബ്രദേഴ്സ് ഡേ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഫാമിലി എൻ്റർടൈനറായിരിക്കും. കുടുംബമായിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തമാശകളുണ്ടാവും. എന്നാൽ അതേപോലെ തന്നെ ത്രില്ലറായിരിക്കും. ഫൈറ്റ് ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഫുള്ളി ഫാമിലി എൻ്റർടൈനറായിരിക്കും. വളരെ ഹാപ്പിയാണ്. കാര്യം ഞാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ഇന്ന് ഉണ്ടായിരുന്നു. കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. അവരെല്ലാവരും ഫോണിൽ വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഭംഗിയായിട്ട് ദൈവം അത് നടത്തി തന്നു.
ഞാനും എൻ്റെ ക്രൂ എല്ലാവരും ഹാപ്പിയാണ്. ഈ ഒരു പോസിറ്റീവ് എനർജി ഈ സിനിമയിലുടനീളം ഉണ്ടാവണമെന്നാണ് ദൈവത്തിനോട് പ്രാർത്ഥന. ടെൻഷനുണ്ട് തീർച്ചയായിട്ടും. നമ്മളൊരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ വേണം. നമ്മൾ എന്ത് കാര്യവും നമ്മൾ ടെൻഷനായിട്ട് ചെയ്താലേ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഫോം മ്യൂസിക്സ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടൊരു പൃഥ്വിരാജ് ചിത്രം മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ഞങ്ങൾ അറിയായിരിക്കും. ഒപ്പം വില്ലൻ സിനിമയൊക്കെ മ്യൂസിക് ചെയ്ത 4 പേരിൽ 3 പേരാണ് ഞങ്ങൾ. ഒരാളിവിടെ ഇല്ല, പുറത്താണ്. എൻ്റെ പേര് ബിബി എന്നാണ്. ഈ പടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് 4 പാട്ടുകളാണ് മെയിനായിട്ടുള്ളത്. ഓൾറെഡി പാട്ടുകളെല്ലാം കമ്പോസിങ് കഴിഞ്ഞു, റെക്കോർഡിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കണം. ഇതിനകത്ത് ഒരു ഫസ്റ്റ് സോങ് പാടിയിരിക്കുന്നത് ഇപ്പോൾ അന്തോണിദാസൻ, തമിഴിൽ നിന്ന് അന്തോണിദാസനും അതുപോലെ തന്നെ ശ്വേതാ മോഹനാണ് പാടിക്കണേ. ഒരു പാട്ട് നജീം പാടിയേക്കണം. ബാക്കി 2 പാട്ടുകൾ പാടാനുണ്ട്, ആര് വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കണം. ബാക്കിയുള്ള വിശേഷങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അപ്പോൾ അതും എന്താ പറയുക, ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പടങ്ങളൊക്കെ ചെയ്തു പറഞ്ഞാൽ വിജയ് സൂപ്പറും പൗർണമി, അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ഓട്ടോ ഒക്കെ ചെയ്ത പോലെ തന്നെ വളരെ നന്നായിട്ട് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ സപ്പോർട്ടും എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറേ വ്യത്യസ്തമായിട്ടുള്ള ഗാനങ്ങളാണ് ഇതിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം, ഞാൻ ജിത്തു ദാമോദർ, ബ്രദേഴ്സ് ഡേയുടെ സിനിമാറ്റോഗ്രാഫറാണ്. ഒരുപാട് സന്തോഷം ഷാജൻ ചേട്ടൻ്റെ ഇങ്ങനൊരു ഫിലിമിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയതിൽ. അതിലേറെ സന്തോഷം എനിക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന 3ാമത്തെ ഫിലിമാണ് രാജുവിൻ്റെ കൂടെ, ലണ്ടൻ ബ്രിഡ്ജ്, ആദം ജോൺ, അതിനുശേഷം ബ്രദേഴ്സ് ഡേ. ഈ വരുന്ന ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഒരു ഗംഭീര ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഫിലിമായിരിക്കും ഇത്. എല്ലാവരും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ലിസ്റ്റൻ സ്റ്റീഫനെ പ്രൊഡ്യൂസറിൻ്റെ ഫിലിമിൽ ഇങ്ങനൊരു ചാൻസ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വരുന്ന ഓണത്തിന്.